ഇത് നമുക്ക് ശ്രീലങ്കയിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്വീറ്റ് ഡിഷായ ലെവാരിയോ തയ്യാറാക്കിയാലോ? എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഈ പേര് സുപരിചിതമാണെന്ന്. വേറൊന്നുമല്ല, ടൂറിസ്റ്റ് ഫാമിലി സിനിമ കണ്ടിട്ടുള്ള മിക്കവർക്കും ഇതെന്താണെന്നറിയാം അല്ലേ? അപ്പം ഇതിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചിട്ട് കുറച്ച് നെയ്യും തൂത്തൊന്ന് മാറ്റി വെച്ചോ. എന്നിട്ട് ഇരുമ്പട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് നട്ട്സും ഏലക്കാപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തേരെ. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തൂത്തിട്ട് അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് വെച്ച് നമുക്ക് ഇതൊന്ന് അത്യാവശ്യം വലിപ്പത്തിനൊരു ഇടിയപ്പമെന്നോ നൂലപ്പമെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അത്യാവശ്യം വലിപ്പത്തിനൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ വെച്ച് ഇതൊന്ന് മടക്കിയെടുത്ത് ആവി കയറ്റി വേവിച്ചാൽ നമ്മുടെ ശ്രീലങ്കൻ ഡിഷായ ലെവാരിയോ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടിട്ടൊരു ഫാമിലി ടച്ച് തോന്നിയോ? എനിക്ക് തോന്നി കേട്ടോ. വേറൊന്നുമല്ല, നൂലപ്പം ഒന്ന് അച്ഛനും ഇലയുടെ നിന്ന് അമ്മയ്ക്കും ഉണ്ടായ മോളോ മോനോ അല്ലേ ഇത്? മോളായാലും മോനായാലും അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? അതിൻ്റെ പേരൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. വേറൊന്നുമില്ല, നൂലടേന്നാക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.